ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്നോ, ഒരു ചെമ്മീനോണ്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഉണക്ക ചെമ്മീനോണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു ചട്ടി എടുക്കുക. ആ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉണക്കിങ്ങാണ്ട് ഇതാക്കി വരുന്ന ചെമ്മീനാണ് കേട്ടോ. ആ ചെമ്മീൻ വറുക്കാനിടണം. ഒരു കറുമുറു ടൈപ്പ് ഉണ്ടാവില്ലേ, ആ ടൈപ്പ് വരണം കേട്ടോ. അപ്പോൾ പിന്നെ ചട്ടിക്കൊന്ന് നോക്കണ്ട, ചട്ടിക്കൊക്കെ കരിഞ്ഞിട്ടില്ല, ചെറിയ കരിഞ്ഞിരുന്നു അതിന് ശ്രദ്ധിക്കണ്ട. എന്നിട്ട് നന്നായിട്ട് നമ്മളത് ഇളക്കി കൊടുക്കണം. ഇളക്കി പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഏകദേശം അതൊരു ടൈപ്പായി വന്നിട്ടുണ്ട്. കരിഞ്ഞിക്കല്ല കേട്ടോ, കറുമുറു ടൈപ്പ് അയക്കണം. കറുമുറാണെങ്കിൽ പൊട്ടുമല്ലോ, ആ ടൈപ്പ് അയക്കണം. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഇതാക്കിയൊക്കെ കൊടുത്തിട്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഈ പാത്രം നമുക്ക് ഇനി ആവശ്യമുണ്ട്. അപ്പോൾ ഇതാക്കാം. തീ കൂടിയിട്ടാണ് ആ പുക ഇങ്ങനെ വീഴുന്നത്. ക്യാമറ ഒരു കയ്യിൽ, ഇത് വേറെ കയ്യിൽ ഒക്കെ പടം നടക്കൂലല്ലോ. വീണ്ടും അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ആട്ടിക്കുന്നത് കേട്ടോ. ചതച്ച് കൊടുത്തിട്ട് വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം നമ്മളൊന്നുകൂടി ആക്കി കൊടുത്തിന് അതിലേക്ക് നമ്മൾ വലിയുള്ളി ഇടണം. വലിയുള്ളി ഇട്ടിട്ടില്ല ഞാൻ, ഇട്ട് വലിയുള്ളി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഏകദേശം ഒരു ഇതാവുമല്ലോ, അതുവരെ ഒന്ന് ഇതാക്കി കൊടുക്കും. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. എന്നിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ്, പാകത്തിന് ഉപ്പ്, പിന്നെ മറ്റേ ഇതിലേക്ക് ഉപ്പിടരുത് കേട്ടോ. കാരണം അതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, ഇതിൽ അതുണ്ടാവില്ലല്ലോ. പിന്നെ മുളകും പൊടി ഒക്കെ ആവശ്യത്തിന്, ഓരോരുത്തരെ ആവശ്യത്തിന് നോക്കിയിട്ട്, അളവൊന്നും എന്നോട് ചോദിക്കരുത്, അതൊന്നും എനിക്കറിയില്ല. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുവോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കിയിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മുരിച്ച് വെച്ച് നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ചെമ്മീനോടെ ഒന്ന് ഇട്ടുകൊടുത്തു. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടായിട്ടാൽ മതി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഉമ്മാക്കൊക്കെ കൊടുക്കണം, എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കണം കരുതുന്നു. പക്ഷേ ആ ടൈമിലൊന്നും മോഡല്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ചൂടോടുക്കനെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു രസമല്ല. ചൂടോടുക്കനെയാണ് അടിപൊളിയാണ്, ചൂട് അറിയാണ്ട് കഴിക്കുന്ന രസമല്ല. എല്ലാവരും ടേസ്റ്റ് ചെയ്തോ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബൈ.